ഈ ലോകസമുദ്രത്തിൽ നമ്മളെ പിടിച്ചിരിക്കുന്ന മുതല, നമ്മളെയൊക്കെ മുതല കടിച്ചിട്ടുണ്ട്, നമ്മളറിയുന്നില്ല. മുതലയുടെ വേദന, മുതല കടിയമർത്തുമ്പോൾ നമുക്ക് വേദനിക്കും. ആ വേദനിച്ചിട്ട് നമ്മൾ തീരുമാനിക്കും, ഇനി ഞാൻ എൻ്റെ എല്ലാ ദുഃഖവും ഭഗവാന്റെ കാൽക്കൽ ഇതാ, ഈ ധർമ്മേശ്വരൻ്റെ മുമ്പിൽ ഇതാ സമർപ്പിച്ചിരിക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കും. പക്ഷെ അടുത്ത നിമിഷം മായയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആരാ മായ? മഹാമായയെന്നൊക്കെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രപഞ്ചത്തെ ആവിഷ്കരിച്ചിരിക്കുന്ന മഹാശക്തിയുടെ തന്നെ ഒരു രൂപം തന്നെയാണ് മായ. ഇതൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, നമ്മളെ ഭ്രമിപ്പിക്കുന്ന വിധത്തിൽ നമ്മളെ ആവേശിച്ചിരിക്കുന്ന ഒരു സംഗതി മായ എന്ന് പേരിട്ടിരിക്കുന്നു അതിന്. യാ സാ മാ എന്നാണ് പറയുക. യാതൊന്ന് ഇല്ലാത്തത് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നത് മായ. നമ്മളിലൊക്കെ ആവേശിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കർമ്മമാകുന്ന മുതല നമ്മളെയൊക്കെ ഇങ്ങനെ പ്രാരബ്ധത്തിൻ്റെ സാഗരത്തിലേക്ക് പിടിച്ചു താഴ്ത്തുമ്പോൾ നമ്മൾ തീരുമാനിക്കും, ഇനി ഭഗവാൻ ശിവൻ മാത്രമേ ആശ്രയമുള്ളൂ, ഭഗവതി മാത്രമേ ആശ്രയമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തീരുമാനിക്കുമെങ്കിലും അടുത്ത നിമിഷം വന്ന് മായ വായിലൊരു പഞ്ചസാര ഇട്ട് തന്നാൽ, ചെറിയൊരു മധുരം വെച്ച് തന്നാൽ, ആ അല്പസുഖത്തിൽ ഭ്രമിച്ച് നമ്മൾ ഇക്കഴിഞ്ഞതൊക്കെ മറന്നു പോകും. ഇത്രയും തീവ്രമായ ദുഃഖമൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. അങ്ങനെ നമ്മളെ ഭ്രമിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് മായ.